നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി. ലോകെ ഞാൻ നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധം. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധം. ഭൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അല്പസമയ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി കാത്തുപരിപാലിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഈ നോമ്പിൻ്റെ നാളുകളിൽ ഞങ്ങൾക്ക് കൂടുതലായി അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ അങ്ങ് ഒരുക്കി നൽകിയിരിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. നാഥ, ദൈവമേ കർത്താവെ, അല്പസമയം ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്താലും കൃപയാലും കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന വചനത്താൽ ദൈവമേ കർത്താവ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം അങ്ങയുടെ ഹിതപ്രകാരം ക്രമീകരിക്കുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? നമുക്കറിയാം, നാം എല്ലാവരും പാപികളാണ്. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 51:5 പ്രകാരം പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്രകാരം പാപികളായ നമ്മെ രക്ഷിപ്പാനായിട്ടാണ് യേശു കർത്താവ് തൻ്റെ സ്വർഗത്തിലെ തൻ്റെ സകല മഹിമയും വെടിഞ്ഞ് മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതിനായിട്ടാണ് യേശു കർത്താവ് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്കായിട്ടാണ് കാൽവരിയിൽ യാഗമായി തീർന്നത്. അപ്പോൾ അപ്രകാരം ദൈവം തൻ്റെ മഹാകരുണയാൽ കൃപയാൽ തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന രക്ഷ പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ടത് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് നമുക്ക് വളരെ വ്യക്തമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യത്തിൽ കാണുവാനായി സാധിക്കും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, വിശ്വാസം മൂലമാണ്, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മുടെ വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 2-ാമത്തെ ഭാഗം ആണ് ഇന്നത്തെ ചിന്തയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എന്നാൽ നാം ഇന്ന് ചിന്തിക്കാനെടുത്ത യാക്കോബിൻ്റെ ലേഖനം 14-ാം വാക്യത്തിൽ യാക്കോബ് പറയുന്നു, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത് എന്നുള്ളതാണ് യാക്കോബ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു പ്രവർത്തികൾ രക്ഷയ്ക്ക് കാരണമല്ല എന്നുള്ളത്, മറുഭാഗത്ത് യാക്കോബ് പറയുന്നു വിശ്വാസം പ്രവർത്തികളില്ലാത്തതാണെങ്കിൽ അതും രക്ഷയ്ക്ക് കാരണമല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ രണ്ടും വിപരീതമായ ആശയങ്ങൾ പങ്കുവെക്കുന്നതായി നമുക്ക് തോന്നും എങ്കിലും രണ്ട് ആശയങ്ങളും ഒരേ സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്നും എന്താണ് യാക്കോബ് പറയുന്നത് എന്നും കൂടുതൽ ആഴമായി മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം എഴുതിയിരിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ സഭയ്ക്കാണ് യാക്കോബിൻ്റെ ലേഖനം എഴുതിയിരിക്കുന്നത്. നമ്മെപ്പോലെ ഒരു വിശ്വാസ സമൂഹത്തിനാണ്, ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന
ഒരു കൂട്ടം ജനത്തിനാണ് യാക്കോബിൻ്റെ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ സഭ യാക്കോബ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് ചില സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഒരു ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ ഒരു സഭ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നാം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനമായിരിക്കും എന്നുള്ളതാണ് നാം ആ സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ കണ്ടുവരുന്നത് നേരെ വിപരീതമായ ഒരു അനുഭവമാണ്. ഈ സാമ്പത്തികമായ പ്രതിസന്ധിയുടെ മധ്യേ ഈ സഭ തകർന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്രകാരം ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മധ്യേ ഈ സഭയിലെ ജനങ്ങൾ പരസ്പരം കലഹിക്കുന്ന സമൂഹങ്ങളായി മാറിപ്പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് യാക്കോബ് ഈ ലേഖനം എഴുതുന്നതും. നിങ്ങൾ വിശ്വാസമുണ്ടെന്ന് പറയുകയും നിങ്ങളുടെ പ്രവൃത്തികളിൽ അത് വെളിപ്പെട്ട് വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥമായ വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനും യാക്കോബും പറയുന്നതിൻ്റെ വ്യത്യാസം ഒരു വളരെ ലളിതമായ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി ശ്രമിക്കാം. ഒരു കാട്ടിൽ ഒരു കഴുത ഉണ്ടായിരുന്നു. ഈ കഴുതയ്ക്ക് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഈ കാട്ടിലെ രാജാവാകണം എന്നുള്ളത്. എന്നാൽ കഴുതയ്ക്ക് അതിന് സിംഹം അല്ലാത്തതുകൊണ്ട് തന്നെ കഴുതയ്ക്ക് അതിന് സാധിച്ചില്ല. അപ്പോൾ ഒരു ദിവസം കഴുതയ്ക്ക് ഒരു സിംഹത്തിൻ്റെ തോല് കിട്ടി. ഈ കഴുത ഈ സിംഹത്തിൻ്റെ തോലെടുത്തെടുത്ത് ഒരു സിംഹത്തെ പോലെ, കാഴ്ചയിൽ സിംഹത്തെ പോലെ നടക്കുവാനായിട്ട് തുടങ്ങി. മറ്റു മൃഗങ്ങൾ നോക്കുമ്പോൾ സിംഹം വരുന്നതായി തോന്നും. അപ്രകാരം ഒരു രാജാവിനെ എങ്ങനെ ബഹുമാനിക്കുമോ അപ്രകാരം തന്നെ ബാക്കി മൃഗങ്ങൾ ഈ കഴുതയ്ക്ക് സിംഹത്തിന് നൽകുന്നത് പോലത്തെ ബഹുമാനം ഒക്കെ നൽകുവാനായിട്ട് തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കഴുതയ്ക്ക് ഒരാഗ്രഹം, എനിക്ക് സിംഹത്തെ പോലെ ഗർജിക്കണം എന്നുള്ളത്. എന്നാൽ നമുക്കറിയാം, ഒരു കഴുത എത്ര തന്നെ ശ്രമിച്ചാലും ഒരു സിംഹത്തെ പോലെ ഗർജിക്കുവാനായി സാധിക്കില്ല. അപ്രകാരം ഈ കഴുത സിംഹത്തെ പോലെ ഗർജിക്കുവാനായി ശ്രമിച്ചപ്പോൾ ഈ കഴുതയുടെ യാഥാർത്ഥ്യം പുറത്താവുകയും ഈ കഴുതയെ ആ കാട്ടിൽ നിന്ന് എല്ലാവരും പുറത്താക്കുകയും ചെയ്തു എന്നാണ് ആ കഥ പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. ഒന്നാമതായി, ഒരു കഴുതയായിരുന്നിട്ടും തൻ്റെ രൂപം മാറ്റി, തൻ്റെ ശൈലി മാറ്റി ഒരു സിംഹത്തെ പോലെ ആകാൻ ശ്രമിച്ച ഒരു കഴുത. രണ്ടാമത്, ഒരു കഴുതയായിരിക്കുമ്പോൾ ഗർജിക്കുവാനായി ശ്രമിക്കുന്നു എങ്കിലും ശ്രമിക്കുന്ന ഒരു കഴുതയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്രകാരം ശ്രമിക്കുമ്പോൾ ആ കഴുത മനസ്സിലാക്കുന്നത് ഒരു സിംഹത്തിന് മാത്രമേ യഥാർത്ഥമായി ഗർജിക്കുവാനായി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരു സിംഹത്തിൻ്റെ തോലെടുത്ത് സിംഹമാകാൻ ശ്രമിച്ച ഒരു കഴുതയെപ്പോലെ നാം ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ നടിക്കുവാനായിട്ട് ശ്രമിക്കരുത്. അപ്രകാരം നാം ചെയ്യുന്നതിലൂടെ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായി സാധിക്കുകയില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ നമുക്ക് യഥാർത്ഥമായ വിശ്വാസം വേണം. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, പുറമേ നാം കാണിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും രക്ഷ പ്രാപിക്കുവാനായി സാധിക്കുകയില്ല എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ യാക്കോബ് പറയുന്നത്, നിങ്ങൾ യഥാർത്ഥമായ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥമായ സിംഹമാണെങ്കിൽ മാത്രമേ ഒരു സിംഹത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങൾക്ക് പുറപ്പെടുവിക്കുവാനായി സാധിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾ യഥാർത്ഥമായ വിശ്വാസിയാണെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് യാക്കോബ് പറയുന്നത്. പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, ശൗൽ രാജാവിന് ദൈവം കൊടുത്ത കൽപ്പനയാണ് അമാലേക്യരെ തോൽപ്പിച്ച് അവിടെയുള്ള എല്ലാം നിർമൂലമാക്കി കളക, ജീവനുള്ള എല്ലാത്തിനെയും നിർമൂലമാക്കി കളക എന്നുള്ള കൽപ്പന ശൗൽ രാജാവിന് ദൈവം നൽകുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം ദൈവം നൽകിയ കൽപ്പന ശൗൽ പാലിക്കാത്തതായി നമുക്ക് കാണുവാനായി സാധിക്കും. ശൗൽ രാജാവ് അമാലേക്യരെ തോൽപ്പിച്ച് ആഗാഗ് രാജാവിനെയും അതുപോലെ തന്നെ ആടുമാടുകൾ, കാളകൾ തുടങ്ങിയവയിൽ നിന്നും ഇത്തരമായവയും ഒക്കെ തിരികെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. ഇപ്രകാരം ചെയ്ത ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ ചോദിക്കുമ്പോൾ ശൗൽ പറയുന്ന മറുപടി ഇപ്രകാരമാണ്, ഞാൻ ദൈവം എന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു. ഞാൻ അമാലേക്യരെ കൊന്ന് അവയിലുള്ള
വെയിൽ എല്ലാം നശിപ്പിച്ച് മേത്തരമായ ആടുകളെയും കാളകളെയും ഒക്കെ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കുവാനായി കൊണ്ടുവന്നു എന്നാണ് ശൗൽ പറയുന്നത്. അപ്പോൾ നാം ആ ഒരു ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ ശൗലിൻ്റെ വിശ്വാസം വളരെ വലിയതായിരുന്നു എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നും. കാരണം മേത്തരമായ കാളയും ആടുകളെയും ഒക്കെ യാഗം കഴിക്കുന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ്. എന്നാൽ പൂർണ്ണമായും നാം ആ ഒരു അധ്യായം വായിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായി മനസ്സിലാവുന്നത് ശൗൽ അവിടെ ചെയ്തത് ഒരു വിശ്വാസിയുടെ പ്രവൃത്തിയല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഒരു കൽപ്പന ലംഘിക്കുകയാണ് ശൗൽ അവിടെ ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് വിശ്വാസം കാണിക്കുവാനായി, വിശ്വാസിയായി നിലനിൽക്കുവാനായി സാധിക്കില്ല എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അതേസമയം ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാനായി ഭാവിച്ച് ദാവീദും അവൻ്റെ കൂട്ടാളികളുമായിരുന്ന ആ ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദാവീദ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നറിയാതെ ആ ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദാവീദിൻ്റെ കൂട്ടാളികൾ ദാവീദിനോട് പറയുന്നുണ്ട്, നിൻ്റെ ശത്രുവിനെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും എന്ന് നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തില്ലയോ? ഇതാകുന്നു ആ അവസരം എന്ന് ദാവീദിനോട് പറയുമ്പോഴും ദൈവം നിയോഗിച്ച ദൈവത്തിൻ്റെ ദാസനാണ് ശൗൽ ഒരുപക്ഷെ വഴി തെറ്റിപ്പോയിരിക്കാം. എന്നാലും ദൈവം നിയോഗിച്ച ദൈവത്തിൻ്റെ ദാസനാണ് ശൗൽ എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി ശൗൽ രാജാവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം മാത്രം മുറിച്ചെടുക്കുന്ന വിശ്വാസത്തിലൂടെ പ്രവർത്തിക്കുന്ന ദാവീദിനെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ദാവീദിനെ ഒരു രാജാവായി അതിനു മുമ്പേ തന്നെ ശമൂവേൽ പ്രവാചകൻ വാഴിച്ചിരുന്നു. എന്നാൽ ദാവീദിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൻ്റെ സമയത്തിലും. അപ്രകാരം ആ വിശ്വാസത്തിലൂടെ ദാവീദിന് അവിടെ പ്രവർത്തിക്കുവാനായി സാധിച്ചു എന്നാണ് നാം കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തികൾ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ കാണിക്കുവാൻ വേണ്ടിയുള്ളത് ആയിരിക്കരുത്. നമുക്ക് പൂർണ്ണമായ വിശ്വാസം നമുക്കായി ജീവൻ വെച്ച നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൽ ഉണ്ടായിരിക്കണം. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികൾ നല്ല പ്രവൃത്തികൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് യാക്കോബിൻ്റെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരം നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് ശോധന ചെയ്യുവാൻ, ദൈവമേ, എൻ്റെ പ്രവൃത്തികളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കുറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അത് എൻ്റെ വിശ്വാസം, ഞാൻ വിശ്വാസത്തിൽ പിന്നോട്ടായിരിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളത് നമുക്ക് ഈ നോമ്പിൻ്റെ നാളുകളിൽ സ്വയം ശോധന ചെയ്യാം. അപ്രകാരം നമുക്ക് കൂടുതൽ വിശ്വാസത്തിൽ വളരുവാനും കൂടുതൽ വിശ്വാസത്തിൽ വളർന്ന് നമ്മുടെ പ്രവൃത്തികൾ ദൈവഹിതപ്രകാരം ആയിത്തീരുവാനും ഈ നാളുകളിൽ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. സേവ ചെയ്തതാ നാഥൻ എന്നെ മാനിക്കുവാനാ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ നാഥൻ എന്നെ മാനിക്കുവാനാ. തരുമോരോരും ബഹുമാനം തിളങ്ങിയിടും കിരീടങ്ങളാ. തരുമോരോരും ബഹുമാനം തിളങ്ങിയിടും കിരീടങ്ങളാ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ
പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. തീർക്കപ്പെടാത്തതാം പുതുശാലേം നഗരമതിൽ, കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേം നഗരമതിൽ, സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ